എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമാം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി കമല രവീന്ദ്രൻ, ശ്രീമതി രോഹിണി മേനൻ. ഇന്ന് വായിക്കുന്ന ഭാഗം വനയാത്ര മുതൽ വാൽമീകിയുടെ ആത്മകഥ വരെയാണ്. പാരായണം ചെയ്യുന്ന രണ്ടുപേരെയും കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ഇന്നത്തെ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. കമലജി ആരംഭിച്ചോളൂ. കമലജി സ്റ്റാർട്ട് ചെയ്യൂ. മ്യൂട്ടിലാണ്. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ കമലജി. ഓം ഗണപതേ നമ. ഓം സരസ്വതേ നമ. ഓം ഗുരുഭ്യോ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. വനയാത്ര. രാഘവൻ താരകേഹം പ്രവേശിച്ചുടൻ വ്യാകുല
രാഘവൻ സാധകേഹം രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലാദീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മജയെയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദാമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതോ വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനൂജനും തീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യതീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരാലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമൊടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതോ ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലാദേവതാ വല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ സദാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു തൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതോ കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കമേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠാമഹാമുനി. കോപേന ഭർത്തിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസാതിലെ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം. ഹത്യാപതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടു കൂടെ പ്രയാണം ചെയ്യിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം. ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേ വരൂ. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം ജഠമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. യുദ്ധമുക്ത്വാ രാമഭദ്രാംബുജം പാർത്തു പുത്ര രാമ സൗമിത്രേ ജനഗജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗഃ കാമമ പ്രാണ സമാനാ മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരാമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസാഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണോ തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാക്കി തോണിരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർന്നടത്തിനാൻ ഭൂപനും. നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛേരിവേഗാളരുൾ ചെയ്തിതു നിശ്ചലമായി ഭൂലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോദിച്ചു വീണിതോ ഭൂതലേ. ശ്രീബാലവൃദ്ധാവധിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. പ്രഭോ രാമാദയാനിധേ സൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം പേരിൽ പിറകെ നടകൊണ്ടാർ.
മന്നവൻ താനും സ്ഥിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കുവിൽ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ പിന്നെയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും ആഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനാവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരാജനത്തിൽ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ പോകനാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകാതനുജയും തേരിലേറിടിനാരേതുമറിഞ്ഞില്ല പൗരാജനങ്ങളന്നേരം സുമന്ത്രരും രക്ഷയോർക്കാഭിമുഖം ഗമിച്ചിട്ടഥാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതീ പൂക്കുമേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിനാരേവരും മംഗലാദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടമ്പുക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം മരുവീതിനാൻ ദാശരഥിയും ഇദേഹ തനുജയും യുദ്ധവാമൂലേ സുഖേനമാണിടിനാർ രാഗാമന മഹോത്സവം എത്രയോ മാമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ സദാ സ്വാമിയായിഷ്ടാവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു സത്തൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിച്ച അത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തരും നെൽപ്പിച്ചു വക്ഷസി തുഷ്യാ ദൃഢമണശ്ലേഷവും ചെയ്തു മന്ദഹാസവും കൊണ്ടു മാധുര്യപൂർവകം അന്തീതരം സുജല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി കൊണ്ടു മുഖനു മുര ചെയ്തു ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ഭൂഷണാധീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുപടി സന്തതമത്രേ വസിച്ചരുളിടണം അന്തഃപുരം മമാശുദ്ധമാക്കിയിടണം അന്തർമുഖ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ദൂതനോടു മുക്തഹാസം പൂണ്ടരു ചെയ്തു രാഘവൻ കേൾക്കനീ വാക്യം മതീയം മമാസഖേ സൗഖ്യമതിൽ പരാമില്ലെനിക്കേതുമേ സംവത്സരം 14 കഴിയണം സമ്പതിക്കുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പുതിക്കെന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിയോളം രാജ്യം മമൈതൽഭവാൻകൾ സഖിയല്ലോ പൂജനാം പരിപാലിക്ക സന്തതം
കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശുനി. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു വ്യക്തമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ വിശദാദ്യങ്ങളാൽ കാതരാമസ്കൃതമായ തൽപ്പസ്ഥലെ പാനീയമാത്ര മതിച്ചു വൈദേഹിയും താനുമായി പള്ളി കുറുപ്പ് കൊണ്ടിരിനാൻ. പ്രാസമൂർധനി പര്യങ്കേ യഥാപുര വാസവും തുറന്നിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ബുധനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരാനേത്രനെ കണ്ടില്ലയോ സഖേ. വർണ്ണതൽപേ ഭുവി ദാരുമൂലെ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതോ. സ്വർണ്ണതൽപേ ഭവനോത്തമേ തൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്കസീം ജീവനാന്തരെ. ശ്രീരാമദേവനോ ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതോ കൈകേയി. മന്ധര ചിത്തമാസ്തായ കൈകേയിതാൻ അന്ത മഹാപാപമാചരിച്ചാളല്ലോ. കൃത്വാ ഭൂഭോക്തികളിഷ്ടമാഹന്ത സൗമിത്രയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. സത്യ ദുഃഖസ്യ ഭോ ഹേതുർജഗത്രയേ സത്യാസുഖസ്യ വാ തോമി ഹേതുർസഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. സുഖസുഖങ്ങൾ ദാനം ചെയ്വതിനാലും കണ്ടാലില്ല നിർണയം. ഏകന്മമ സുഖദാതാ ജഗതി മറ്റേകന്മമ ദുഃഖദാതാ വിധി വൃഥ. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്കതേതുമേ. ഞാനിതി നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസാകാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മ സൂത്രബന്ധം സഖേ. ലോകങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവ്യദ്വേഷ മധ്യസ്ഥസുസൂചനാഭേദ ബുദ്ധിഭ്രമം. ചിത്തമത്രേ നിരോധിച്ചാൽ സ്വകർമ്മങ്ങൾ യഥാ തത്ര യഥാ തഥാ. സുഖം നിജ കർമാവശാഗതമൊക്കെ എന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യഗതാഗതം തത്ര കാലാന്തരേ തത്തൽപുരിക്കതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോത്തോളം വിഷാദ ഹർഷാദികൾ സുഖാസുഖ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യഭാവങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നിക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരോമാകുലമില്ല. സുഖാനന്തരം സുഖം മൂലം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സിനത്രയോ മല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖ സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്യജ്വനം സ്ഥിതി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമാത്തതോ തന്നെ വരുമ്പോഴും ഉത്താത്മനാമരുകുന്നു ബുധജനം. ഇഷ്ടമെല്ലാം മഹാമായേരി ഭാവനാൽ യുദ്ധം ഗുഹനും എനിക്കാത്മജനുമായി സിദ്ധാന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം. ഇത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ബുധൻ ഉള്ള തോണിയും കൊണ്ടുവന്നാശോ വണങ്ങിനാൻ. സ്വാമിനിയും ോണിക സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതോ മടിയ തന്നെ മാനവാവീര മമ പ്രാണവല്ലഭ.
വേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗലാദേവതായാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യിൽ പിടിച്ചു താനും കരേറിയിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനാൻ. ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരാമതരവോടു വഹിച്ചിരു തോണിയും. മംഗളവാങ്ങിയാം ജാനകി ദേവിയും എങ്കയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. എങ്കേ ഭഗവതി ദേവി നമോസ്തുതേ. സങ്കേത ശംഭുതൻ മൗലി പാടുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി എങ്കേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാളിഞ്ഞു വന്നാൽ ദേവി പൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിരുന്നാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണോ തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ ഇടകൊള്ളുവതിനടിയന്നുമോരാടൽ കൂടാതെ അനുഷ്ഠനീരണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായി ഏനാംഗബിംബാനാജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം ഇതിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേനശേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം മരുവിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാടി തൽപസ്ഥലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥവൻ അർഘ്യാതി നിർത്തിക കർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടു തൻ യാമിനിയോടും മനുജനോടും വന്ന് പാർത്തിരിക്കുന്നതൂടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജൻ യുദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർക്യപാദ്യാദികയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ദോ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്യുതം ആശീർവചനപൂർവം മുനിപുങ്കവൻ ആശയാനന്ദം എന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മകാ മമ പർണശാലാമിമാം. ഇത്തം മുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധനാശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞാതം മയാ തവോദന്തം രഘുപതേ. ഭൂതമാഗാമികം വാ കരുണാനിധേ ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതു മായയാ ഭൂതലേ.
ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേ നിന്നതിനെന്തടോ ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധ്യാ കൃതാർത്ഥനായേന്നഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തം അന്യോന്യം ഭാഷണം ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി വാൽമീകി ആശ്രമ പ്രവേശം ഉത്ഥാനവൻ ചെയ്തുഷസി മുനിപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ട മാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചീരിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പ സുന്ദരമിന്ദീവരേക്ഷണം ഇന്ദ്രാദി വൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണതിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർക്യപാദ്യാദികൾ കൊണ്ടഥാ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാത്മയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെ ആകയാൽ എന്തു ചൊല്ലാവതോ സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിര നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളായി ശാന്തരാഗദ്വേഷ സമാനന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്ങളെ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടുമേ
ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിൽ ഓർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രോദ്ഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും. ഇതം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിത്കനം വേദസ്വരൂപമനന്തമേകം സദാ. വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം വാസുദേവം വരദം വരേണ്യം. ജഗദാസിനാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദ സേവരാത്മനാം. സന്തതം ത്വന്നാമ മന്ത്ര ജപശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ അച്ചിന്തിത ചിന്താമണി ദയാവാരിതേ. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാനിധേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമചന്ദ്ര की जय. जय हनुमान जी की जय. ഹരി ഓം. വളരെ മനോഹരായി. എല്ലാ ദിവസത്തെ പാരായണങ്ങളും നമുക്ക് വളരെ ഓരോ ദിവസത്തേക്കാൾ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇന്ന് വായിച്ച ഭാഗങ്ങളും കുറച്ച് സങ്കടമുള്ളതാണ്. വനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അവിടെ വൽക്കലം കൊടുക്കുന്നുണ്ട് ജാനകി ദേവിക്ക്. അപ്പൊ അത് പറയാം, ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടേക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ മഹർഷി അവിടുത്തെ ഗുരു അതിന് വേണ്ടാന്ന് പറഞ്ഞു. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത് എന്തൊരു കാരണം എന്നാ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും വേണമെന്നില്ല. ചില ചില നിയമങ്ങൾ ഉണ്ടല്ലോ സൊസൈറ്റിയില്. ഇപ്പോ ഒരാള് പറയാൻ പാടുണ്ടോന്നൊന്നും അറിയില്ല, രാമായണമായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോ ജീവിതം അന്നും ഇത് ഉണ്ടായിരുന്നു, ഈ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് സന്തോഷമായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും അവരെ പറഞ്ഞയക്കാൻ കൈകേയി തീരുമാനിച്ചു. ദശരഥൻ സമ്മതിച്ചു, എല്ലാം ചെയ്തു. അപ്പൊ പോകുമ്പോ പിന്നെ ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊന്നുമില്ല. അവര് സന്തോഷമായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോഴാണ് അവിടുത്തെ ഗുരു പറഞ്ഞു കൊടുത്തു, ഇതൊന്നും പറ്റില്ല, ഭർത്താവിനോട് കൂടെ പോകുമ്പോ സർവാഭരണ വിഭൂഷിതയായിട്ട് പോകട്ടെ എന്ന്. അപ്പൊ ചിലപ്പോഴൊക്കെ ചില നിർബന്ധങ്ങളും ഒക്കെ സൊസൈറ്റിയിൽ വരാറുണ്ട്. ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ. അതൊക്കെ അങ്ങനെ വായിച്ചപ്പോ അതങ്ങനെ കണക്ട് ആയി പോയി. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവര് യാത്രയായി വാൽമീകി ആശ്രമത്തിൽ എത്തി. ഗുഹസംഗമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഗുഹന് വളരെ വിഷമുണ്ട്. ഇതൊരു അവിടെ കടത്തി കൊടുക്കുന്ന പണിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത്. പക്ഷെ വേണ്ട, ഒരിക്കലും സത്യവിരോധം വരാ രാമഭാഷിതം. രാമന്റെ വാക്ക് സത്യമല്ലാതെ ഇരിക്കില്ല. 14 വർഷം കഴിഞ്ഞ് വരും തിരിച്ച്. അല്ലാതെ ഇതിങ്ങനെ എന്നേക്കുമായിട്ട് പോവുകയല്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരു ഗംഗാസ്തുതി ഉണ്ട്. സീതാദേവി ഗംഭീരമായിട്ട് ഗംഗാദേവിയെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ യാത്രയിൽ എപ്പോഴും ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഏത് യാത്രയും തുടങ്ങാനായിട്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ വാൽമീകി ആശ്രമത്തിൽ പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോ വാൽമീകിയെ നമസ്കരിച്ചു. അപ്പൊ വാൽമീകിയോട് രാമൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി അച്ഛന്റെ ആജ്ഞ അനുസരിച്ച്, അപ്പൊ അങ്ങയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ എന്നാണ്. വേദാന്തിയായ അങ്ങയ്ക്ക് ഇതൊക്കെ അറിയാമല്ലോ, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ വാൽമീകിയോട് അന്വേഷിക്കുകയാണ്,
എവിടെയാണ് ഞങ്ങൾ ഏതായാലും 14 വർഷം താമസിക്കണല്ലോ വനത്തില്. അപ്പോ നിങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ നല്ലതാണ്. അപ്പൊ എവിടെയാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം? മുഖ്യ വാസോചിതം എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം? അപ്പൊ സീതയുണ്ട് കൂടെ. അപ്പൊ ബുദ്ധിമുട്ടുകൾ കഴിയുന്നതും കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ സീതയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന വിധത്തിലുള്ള ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭംഗിയായിട്ട് വാൽമീകി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു എന്നുള്ളത്. പിന്നെ സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലാണ് ജീവിക്കുന്നത്. അപ്പോ അത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ എവിടെയാണ് ഭഗവാൻ വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ ആക്കിയാലാണ് ഭഗവാൻ അവിടെ വസിക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇത് നാരായണീയത്തിൽ നമ്മൾ 21ാമത്തെ ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ 21ാമത്തെ ദശകത്തിലെ ഓരോ സ്ഥലത്തെ എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മത്സ്യമൂർത്തിയായിട്ട് രമ്യകം എന്ന ദേശത്ത് വസിക്കുന്ന അവിടെ പറയുന്നുണ്ട്. ശ്ലോകം ഇങ്ങനെയാണ്, ഭക്തൈകമത്സര ഹൃത്സുഭാന്തം, അങ്ങനെ ഒരു പദമാണ് അവിടെ ഉള്ളത്. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. ഭക്തന്മാരെ, മത്സരബുദ്ധി ഇല്ലാത്ത ഭക്തന്മാരുടെ മനസ്സിലാണ് ഞാൻ വസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആരോടും മത്സരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ മത്സരം ഉണ്ടായാൽ അവിടെ ഭഗവാൻ അവിടെ നിന്ന് പതുക്കെ മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നാരായണത്തിലും രാമായണത്തിലും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എല്ലാം സന്തുഷ്ടരായിട്ട്, സങ്കടം വന്നാലും സന്തോഷം വന്നാലും സമാധാനത്തോടെ, ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതേ സുഖവാസായ മന്ദിരം. അപ്പൊ അത് തന്നെയാണ് പറഞ്ഞു വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാണ്. യുദ്ധം ഉറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം എന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിനെ ഭഗവാന് വിളങ്ങാനുള്ള ആ മന്ദിരമായി തീർക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ രാമായണ പാരായണവും നാരായണീയ പഠനവും ഭാഗവത പഠനവും ഒക്കെ നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഏതെങ്കിലും വിധത്തിലുള്ള പല വിധത്തിലുള്ള സങ്കടങ്ങളെ കൊണ്ടും നമുക്ക് ചിലപ്പോ ഭഗവത് സ്മരണ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഭഗവാനെ വിചാരിച്ചിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ സാധാരണ, നമ്മുടെയൊക്കെ ഒരു സാധാരണ ചോദ്യമാണ് അതൊക്കെ. പക്ഷെ ഈ ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട്, ഈ രാത്രിക്ക് ശേഷവും ഒരു സൂര്യോദയമുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്കൊക്കെ കൂടുതൽ കൂടുതൽ ഭഗവത് ഭക്തിയോടുകൂടി ഭഗവത് സ്മരണയോടുകൂടി നമ്മുടെ ഓരോ ദിവസങ്ങളും, ഇനിയുള്ള എത്ര കാലം ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല, ആ കാലങ്ങളൊക്കെ വളരെ സന്തോഷപൂർവം സമാധാനപൂർവം നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയും കൂടി നമുക്ക് ഈ രാമായണ മാസത്തിൽ എടുക്കാം. ഹരിയോ. നമുക്കിവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം. ഹരി ഓം.